ഹലോ ഫ്രണ്ട്സ്, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ 1ഉം 2ഉം ക്ലാസ്സുകൾ കാണണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. സിവിൽ പോലീസ് ഓഫീസർ WCP എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ജനറൽ എക്സെപ്ഷൻസ് ആണ്. അതായത് പൊതുവായ ഒഴിവാക്കലുകൾ. ഭാരതീയ ന്യായ സംഹിത എന്താണ്? നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് മാറി ഇപ്പം നിലവിൽ വന്നെയാണ് ഭാരതീയ ന്യായ സംഹിത. അതിലെ പൊതുവായ ഒഴിവാക്കലുകൾ, അതിലെ സെക്ഷൻ 18 വരെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള ബാക്കി ജനറൽ എക്സെപ്ഷനിലെ സെക്ഷൻസൂടെ നമ്മൾ പഠിച്ചു തന്നെ ഇപ്പം പോകണം. അപ്പം ഇതെല്ലാം എക്സാമിന് ചോദിക്കും. ജനറൽ എക്സെപ്ഷൻ അഥവാ പൊതുവായ ഒഴിവാക്കലുകളിൽ നിന്ന് 1 മാർക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് എക്സാമിന്. അപ്പം നമുക്കൊന്ന് പഠിച്ചു പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 19. അപ്പോൾ സെക്ഷൻ 19 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ഡു പ്രിവെൻറ്റ് അതർ ഹാം. അതായത് ഇത്രയുള്ള ഹാനി ഉളവാക്കുവാനിടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനികൾ തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെ പറ്റി പറയുന്നു. അപ്പോൾ എന്താണ്? ഹാനി ഒഴിവാക്കുവാനിടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനികൾ തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 19, BNS സെക്ഷൻ 19. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. വലിയ കുറ്റം തടയുവാൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ഈ സെക്ഷൻ 19 എന്ന് പറയുന്നത്. സെക്ഷൻ 19 എന്താണ്? ഭാരതീയ ന്യായ സംഹിത അഥവാ BNS സെക്ഷൻ 19 എന്താണ്? വലിയ കുറ്റം തടയുവാൻ, അതായത് വലിയ കുറ്റം തടയുവാൻ ചെയ്യുന്ന കുറ്റകൃത്യത്തെയാണ് ഈ സെക്ഷൻ 19 പ്രതിപാദിക്കുന്നത്. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇതിനെ കുറ്റമായി പരിഗണിക്കാറില്ല. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കുറ്റങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കുറ്റമാണ് അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇതിനെ കുറ്റമായി പരിഗണിക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പഠിച്ചു നോക്കാം. BNSലെ ജനറൽ എക്സെപ്ഷൻ അതായത് പൊതുവായ ഒഴിവാക്കലുകളിലെ സെക്ഷൻ 19, BNS സെക്ഷൻ 19 എന്താണ് പറയുന്നത്? വലിയ കുറ്റം തടയുവാൻ ചെയ്യുന്ന കുറ്റകൃത്യം. അതായത് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കുറ്റമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇതിനെ കുറ്റമായി പരിഗണിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു കുറ്റം നടക്കാൻ പോകണം, ആ കുറ്റം തടയുവാൻ ചെയ്യുന്ന ചെറിയ കുറ്റത്തെയാണ് നമ്മൾ ഈ സെക്ഷൻ 19 പറയുന്നത് എന്ന് നിങ്ങൾ ഒരു നൈസായിട്ടൊക്കെ പഠിച്ചു നോക്കും. ഇപ്പോഴേ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. സെക്ഷൻ 20 ഇൻഫാൻസി എന്താണെന്ന് നോക്കാം. 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്നു. നമുക്കറിയാം സെക്ഷൻ 20 പ്രകാരം BNS സെക്ഷൻ 20 പ്രകാരം 7 വയസ്സിന് താഴെയുള്ള, നമുക്കറിയാം 7 വയസ്സിന് താഴെ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും ഒരിക്കലും കുറ്റകരമല്ല. അവർ കൊച്ചുകുട്ടികളാണ്. അപ്പം 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റകരമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്. സെക്ഷൻ 20 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റകരമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചേ. അപ്പോൾ ഒന്നുകൂടെ പറയാം നമുക്ക്. സെക്ഷൻ 19 എന്താണ്? BNS ആക്ട് സെക്ഷൻ 19 എന്താണ്? ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനികൾ തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെ പറയുന്നു. അതായത് വലിയ കുറ്റം തടയുവാൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് കുറ്റമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഇതിനെ കുറ്റമായി പരിഗണിക്കാറില്ല. ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ സെക്ഷൻ 20 പഠിച്ചത് എന്താണ്? 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റകരമല്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാം. സെക്ഷൻ 21 നമ്മൾ സെക്ഷൻ 20 എന്താണ് പഠിച്ചത്? 7 വയസ്സിന് താഴെ ചെയ്യുന്ന കുട്ടികൾ 7 വയസ്സിന് താഴെ, അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റകരമല്ല എന്നാണ് നമ്മൾ സെക്ഷൻ 20 പഠിച്ചത്. അപ്പോൾ സെക്ഷൻ 21 എന്താണ്? ആക്ട് ഓഫ് ചൈൽഡ് എബോവ് 7 ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് അപക്വമായ ധാരണശക്തിയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യം കുറ്റമായി പരിഗണിക്കുന്നതല്ല. അപ്പോൾ സെക്ഷൻ 20 7 വയസ്സിൽ താഴെയുള്ള, അപ്പം നമ്മൾ ഇപ്പോഴേ കണക്ട് ചെയ്തങ്ങ് പഠിച്ചോണം. BNS ആക്ട് സെക്ഷൻ 20 എന്താണ് പഠിച്ചത്? 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല എന്ന് പഠിച്ചു. അപ്പോൾ സെക്ഷൻ 21 എന്താണ്? അപക്വമായ ധാരണാശക്തിയും
7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യം കുറ്റകരമായി പരിഗണിക്കുന്നില്ല എന്നാണ് സെക്ഷൻ 21 നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണേ. സെക്ഷൻ 21 എന്താണ്? അപക്വമായ ധാരണാശക്തിയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യം കുറ്റമായി പരിഗണിക്കുന്നതല്ല. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത സെക്ഷൻ എന്താണ്? സെക്ഷൻ 22 ആക്ട് ഓഫ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് നമുക്കറിയാം ചിത്തഭ്രമം ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. അതായത് ഇത്ര വളരെ വളരെ സിമ്പിളായിട്ട് കൊടുത്തു നോക്കാം. സെക്ഷൻ 22 എന്താണ്? ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. നമുക്കറിയാം മാനസിക അതായത് എന്താണ് നമ്മൾ ഈ മാനസികമായിട്ട് മൈൻഡ് ശരിയല്ലാത്തവരില്ലേ, അതായത് ഓരോ വട്ടന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റകരമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചിത്തഭ്രമം ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. അതായത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ പ്രതി കുറ്റം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണമായി താൻ ചെയ്ത കുറ്റത്തിൻ്റെ സ്വഭാവമോ അനന്തരഫലമോ അറിയാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കണം. അതായത് ഇത്ര ഉള്ളത് മാനസികമായിട്ട് തളം നിൽക്കുന്ന ആളുകളില്ലേ, മാനസിക രോഗികളില്ലേ, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് ഈ സെക്ഷൻ 22 പ്രകാരം നമ്മൾ വളരെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനസിക രോഗികൾ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റമല്ല എന്നാണ് സെക്ഷൻ 22 പ്രകാരം പറയുന്നത്, ജനറൽ എക്സെപ്ഷന്. ബട്ട് അവർ മാനസിക രോഗിയാണെന്ന് തെളിയിച്ചിരിക്കണം. കോടതിക്ക് മുമ്പായി മാനസിക രോഗിയാണ് എന്ന് തെളിയിച്ചിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 22 എന്താണ്? ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. അതായത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രതി കുറ്റം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണമായി താൻ ചെയ്ത കുറ്റത്തിൻ്റെ സ്വഭാവമോ അനന്തരഫലമോ അറിയാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കണം. അതായത് നമുക്കറിയാം മാനസിക രോഗികളൊക്കെ അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പെരുമാറുന്നതെന്ന് പോലും അവർക്ക് ബോധം കാണില്ല. അങ്ങനെ ചെയ്യുന്ന കുറ്റങ്ങളാണ്. അത് കുറ്റമല്ല എന്നാണ് പറയുന്നത് സെക്ഷൻ 22. ബട്ട് അവർ മാനസിക രോഗിയാണ് എന്ന് തെളിയിച്ചിരിക്കണം. ക്ലിയർ ആണേ സെക്ഷൻ 22? അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൻ 23. സെക്ഷൻ 23 എന്താണ്? ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗനസ്റ്റ് ഹിസ് വിൽ. അതായത് തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി നൽകിയതിൻ്റെ കാരണമായി തൻ്റെ നിർണായക ശക്തി ഉപയോഗിക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയെ ചെയ്യുന്ന കുറ്റകൃത്യം. അതെന്താണ്? സെക്ഷൻ 23 എന്താണ്? തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി നൽകിയതിൻ്റെ കാരണമായി തൻ്റെ നിർണായക ശക്തി ഉപയോഗിക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഒരാളെ ബലം പ്രയോഗിച്ച് എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെ കഞ്ചാവോ എന്തെങ്കിലും അതായത് മദ്യമോ ഒക്കെ കൊടുത്ത് സ്വബോധനാക്കിയിട്ട് അവനെ വിട്ടൊരു ക്രൈം ചെയ്യിപ്പിക്കുന്നതിനെയാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് തൻ്റെ ഇഷ്ടത്തിന് എതിരായി ലഹരി നൽകിയതിൻ്റെ കാരണമായി തൻ്റെ നിർണായക ശക്തി ഉപയോഗിക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം. ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു വ്യക്തി സമാധാനമില്ലാതെ ബലപ്രയോഗത്തിലൂടെ അയാൾക്ക് ലഹരി വസ്തുക്കൾ നൽകിയത് കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നിയമവിരുദ്ധമാണെങ്കിലും കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല. പക്ഷേ അറിവോടുകൂടിയാണ് ലഹരി ഉപയോഗിച്ചതെങ്കിൽ അയാളെ കുറ്റക്കാരനായിട്ട് പരിഗണിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സെക്ഷൻ പഠിച്ചങ്ങ് പോവാം. സെക്ഷൻ 23 എന്താണ് പറയുന്നത്? ആ സെക്ഷനിൽ നിന്ന് ഒരാൾക്ക് ഒരു ലഹരി മരുന്ന് കൊടുത്ത് അയാളെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്നത് അയാൾക്ക് അത് ശിക്ഷ ലഭിക്കുന്നില്ല, അയാളെ കുറ്റക്കാരനായിട്ട് കണക്കാക്കുന്നില്ല. മനസ്സിലായല്ലോ? അതായത് ഒരു മദ്യം കുടിപ്പിച്ച് അവശനായിട്ട് വിട്ട് ഒരാളെ കുത്താൻ പറഞ്ഞിട്ട് ഒരാൾ പോയി കുത്തി, അപ്പോൾ അയാൾ അത് മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ അയാൾ കുറ്റക്കാരനല്ല. പക്ഷേ അറിവോടുകൂടിയാണ് ലഹരി ഉപയോഗിച്ചതെങ്കിൽ അയാളെ കുറ്റക്കാരനായിട്ട് പരിഗണിക്കും എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൻ 24 എന്താണ്? പ്രത്യേകമായ ഒരു ഉദ്ദേശവും അറിവോ വേണ്ട കുറ്റകൃത്യം ലഹരി ഉപയോഗിച്ച വ്യക്തി ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അയാൾ സ്വബോധത്തോടെ ഇരിക്കുന്ന സമയത്തെങ്ങാനുമാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ പ്രത്യേകമായ ഒരു ഉദ്ദേശമോ അറിവോ വേണ്ട കുറ്റകൃത്യം ലഹരി ഉപയോഗിച്ച വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ട് ആസൂത്രണമായിട്ടൊക്കെ ചെയ്യുന്നത് കുറ്റമാണെന്നാണ് പറയുന്നത് സെക്ഷൻ 24 കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. സെക്ഷൻ 25 ആക്ട് നോട്ട് ഇൻറ്റൻറ്റഡ് ആൻഡ് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹാർട്ട് ഡൺ ബൈ കൺസെൻറ്റ്. അതായത് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കരുതാത്തതും മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനും ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം ഒരാളുടെ സമ്മതത്തോടെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 25 ഇത്രയേ ഉള്ളൂ.
മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കരുതാത്തതും മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനോ ഇടയുണ്ടെന്നറിയാത്തതുമായ കൃത്യം ഒരാളുടെ സമ്മതത്തോടെ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 25 പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം സെക്ഷൻ 30. BNS സെക്ഷൻ 30 എത്രയാണെന്ന് നോക്കാം. എന്താണെന്ന് നോക്കാം. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യം. അതായത് ഇത്രയേ ഉള്ളൂ. അപകടം പറ്റിയ ഒരാൾക്ക് അയാൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാളുടെ ബന്ധുക്കളെയോ മറ്റു സുഹൃത്തുക്കളെയോ അരികിലില്ലാത്ത പക്ഷം അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ഗുണത്തിനു വേണ്ടി ചെയ്യുന്നത് കുറ്റമല്ല. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യമാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 30 ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം അപകടത്തിൽപ്പെട്ട ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാളെ ചിലപ്പം അയാളുടെ കാലിൻ്റെ മേലെയാണ് വണ്ടി വല്ലതും കിടക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം അത് വലിച്ചെടുക്കേണ്ട ഒരു ഇത് വരുമല്ലോ, അയാളെ എടുക്കേണ്ട. അപ്പം കാലിന് മുറിഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള ഇത് വരുമല്ലോ. അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യുന്നതിന് ഇത് കുറ്റകരമായിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 30 എന്താണ്? ഒരാളുടെ ഗുണത്തിന്, കണ്ടോ, ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യത്തെയാണ് പറയുന്നത്. അതായത് അപകടം പറ്റിയ ഒരാൾക്ക് അയാൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാളുടെ ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ അരികിലില്ലാത്ത പക്ഷം അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ഗുണത്തിനും വേണ്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല. അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗുണത്തിനും വേണ്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്നാണ് സെക്ഷൻ 30 പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം സെക്ഷൻ 31. BNS സെക്ഷൻ 31 കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ്. ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പാണ് സെക്ഷൻ 31. എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി അയാൾക്ക് ഉറപ്പുള്ളൊരു കാര്യം മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയുകയാണ്. ആ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയാതെ വരികയും എന്തെങ്കിലും പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമല്ല. അതിപ്പോൾ നമ്മൾക്ക് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരാൾ മരിച്ചു, എ എന്നൊരാൾ മരിച്ചു, അപ്പം ബി എന്നൊരാൾ അപ്പോൾ അയാളുടെ റിലേറ്റീവാണ്. അപ്പോൾ അയാളോട് ബി എന്ന ആളോട് പറയും ഇന്ന ആൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ ചെന്ന് പറയുവാണ്. അപ്പം നമ്മൾ ആ പറയുന്ന കാര്യം അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, താങ്ങാൻ കഴിയാതെ വരികയും അയാൾക്ക് പെട്ടെന്ന് അറ്റാക്കോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മൾ അതിനുള്ള അത് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 31 ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ്. അത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡോക്ടർമാരൊക്കെ പറയത്തില്ലേ, ജീവൻ പോയി എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ പറയത്തില്ലേ, ഇന്ന ആൾ ICU എന്നൊക്കെ ഇറങ്ങുമ്പോൾ പറയത്തില്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ജീവൻ പോയെന്ന് പറയുമ്പോൾ അറ്റാക്ക് വന്ന ഉടനെ റിലേറ്റീവ്സൊക്കെ വീഴത്തില്ലേ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 31 ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ്. ഒരു വ്യക്തി അയാൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയുകയാണ്. ആ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയാതെ വരികയും എന്തെങ്കിലും പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമല്ല എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സെക്ഷൻസ് പഠിച്ചു. അത് ഒന്നുകൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു പോവാം. സെക്ഷൻ 21 എന്താണ്? ആക്ട് ഓഫ് ചൈൽഡ് എബോവ് 7 ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. സെക്ഷൻ 21 എന്താണ് നമ്മൾ പഠിച്ചത്? അപക്വമായ ധാരണാശക്തിയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യം കുറ്റമായി പരിഗണിക്കുന്നില്ല. സെക്ഷൻ 21 ആണ്. നോട്ട് ചെയ്തോണേ, 7 ആൻഡ് 12 കേട്ടോ, 7 മുതൽ 12 വരെ കേട്ടോ, അത് നോട്ട് ചെയ്തോണേ. സെക്ഷൻ 21. സെക്ഷൻ 22 എന്താണ്? ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രതി കുറ്റം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണമായി താൻ ചെയ്ത കുറ്റത്തിൻ്റെ സ്വഭാവമോ അനന്തരഫലമോ അറിയാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കണം. അപ്പോൾ മാനസിക രോഗിയാണെന്ന് തെളിയിച്ചിരിക്കണം. സെക്ഷൻ 22. അങ്ങനെയാണെങ്കിൽ മാത്രം അയാൾ കുറ്റം ചെയ്യുന്നില്ല എന്ന് നമുക്കിത് വരും, കുറ്റമായി പരിഗണിക്കില്ല കേട്ടോ. അയാൾ മാനസിക രോഗിയാണെന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ അയാൾ കുറ്റമായി അത് പരിഗണിക്കാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് സെക്ഷൻ 23 നമ്മൾ എന്താണ് പഠിച്ചത്? തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി നൽകിയതിൻ്റെ കാരണമായി തൻ്റെ നിർണായക ശക്തി ഉപയോഗിക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം. ബട്ട് ഇവിടെ തന്നെ സെക്ഷൻ 23 തന്നെ എന്താണ് നമ്മളൊരു എക്സെപ്ഷൻ കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ്? അറിവോട് കൂടിയാണ് ലഹരി ഉപയോഗിച്ചതെങ്കിൽ അയാളെ കുറ്റക്കാരനായിട്ട് പരിഗണിക്കും കേട്ടോ. സെക്ഷൻ 24 നമ്മൾ പഠിച്ചത് എന്താണ്? പ്രത്യേകമായ ഒരു ഉദ്ദേശമോ അറിവോ വേണ്ട കുറ്റകൃത്യം ലഹരി ഉപയോഗിച്ച വ്യക്തി ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് കൃത്യമായി ആസൂത്രണത്തിലൂടെ ആണ് നടപ്പിലാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾ സ്വബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ വരുന്നതാണ് സെക്ഷൻ 24 പറയുന്നത്. സെക്ഷൻ 25 നമ്മൾ പഠിച്ചെന്താണ്? മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് കരുതാത്തതും മരണം സംഭവിക്കാനോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനോ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം ഒരാളുടെ സമ്മതത്തോടെ ചെയ്യുമ്പോൾ. സെക്ഷൻ 30 നമ്മൾ പഠിച്ചെന്താണ്? ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യം. അതായത് അപകടം പറ്റിയ ഒരാൾക്ക് അയാൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാളുടെ ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ അരികിലില്ലാത്ത പക്ഷം അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ഗുണത്തിനും വേണ്ടി ചെയ്യുന്ന ഒന്നും
കുറ്റമല്ല എന്നാണ് സെക്ഷൻ 30 പറയുന്നത്. സെക്ഷൻ 31 നമ്മൾ എന്താണ് പഠിച്ചത്? കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ്. അതെന്താണ് നമ്മൾ ഉത്തമ വിശ്വാസപൂർവ്വം നൽകുന്ന അറിയിപ്പ്? സെക്ഷൻ 31 എന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചത് ഒരു വ്യക്തി അയാൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയുകയാണ്. ആ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയാതെ വരികയും എന്തെങ്കിലും പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 32. സെക്ഷൻ 32 എന്താണ്? ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യുവാൻ നിർബന്ധനാകുന്നു എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ ഭീഷണി മൂലം, സെക്ഷൻ 32 എന്താണ്? ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യുവാൻ നിർബന്ധനാകുന്നു എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. അത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കണക്ട് ചെയ്ത് വെച്ച് ഇതിവിടെ പറയുമ്പോൾ മനസ്സിലാവും. കൊലപാതകവും അതായത് സെക്ഷൻ 32 എന്താണ്? നമ്മൾ സെക്ഷൻ 32 എന്താണ്? ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 32 എന്ന് പറയുന്നത് ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യുവാൻ നിർബന്ധനാകുന്നു എന്നതിനെപ്പറ്റി ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യാൻ നിർബന്ധനാകുന്നു എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 32 എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കുന്നു, കണക്ട് ചെയ്തുള്ള പോയിന്റ് നോക്കാം. കൊലപാതകവും മരണശിക്ഷയും ലഭിക്കാവുന്നതുമായ കുറ്റങ്ങൾ ഒഴികെ മറ്റേത് കുറ്റവും തങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ, അതായത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ വരുന്നതൊക്കെ കുറ്റമല്ല എന്നാണ് സെക്ഷൻ 32 പറയുന്നത്. പക്ഷേ സെക്ഷൻ 32 എക്സെപ്ഷൻ എന്തൊക്കെയാണ്? കൊലപാതകവും മരണശിക്ഷയും ലഭിക്കാവുന്നതുമായ കുറ്റങ്ങൾ ഒഴികെ ബാക്കി ഭീഷണിപ്പെടുത്തുന്നതും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അതൊക്കെ കുറ്റമല്ല എന്ന് പറയുന്നത്. എങ്ങനെ? സെക്ഷൻ 32 ഭീഷണി മൂലം ഒരാൾ കുറ്റം ചെയ്യുവാൻ നിർബന്ധനാകുന്നു എന്നതിനെ പറ്റിയാണ് സെക്ഷൻ 32 പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ കൊലപാതകവും മരണശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങൾ ഒഴികെ മറ്റേതൊരു കുറ്റവും തങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ, അതായത് കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് സെക്ഷൻ 32 പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത നമുക്ക് സെക്ഷൻ 33, ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 33, തുച്ഛമായ ഹാനി ഉളവാക്കുന്ന കൃത്യം. തുച്ഛമായ ഹാനി ഉളവാക്കുന്ന കൃത്യം, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഹാനി ഉളവാക്കാൻ ഉദ്ദേശിച്ചോ ഹാനി ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞോ കൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ തുച്ഛമായ ഹാനിയെ ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കി പരാതിപ്പെടാത്ത കാലത്തോളം കുറ്റമായി കണക്കാക്കില്ല. അതായത് ഇത്രയേ ഉള്ളൂ. ഭാരതീയ ന്യായ സംഹിത 33 പറയുന്നത് തുച്ഛമായ ഹാനി ഉളവാക്കുന്ന കൃത്യം. ഏതെങ്കിലും ഒരു, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഹാനി ഉളവാക്കുവാൻ ഉദ്ദേശിച്ചോ ഹാനി ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ തുച്ഛമായ ഹാനിയെ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി പരാതിപ്പെടാത്ത കാലത്തോളം കുറ്റമായി കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 33 പറയുന്നത്. ക്ലിയർ ആണേ? അടുത്ത സെക്ഷൻ 34, തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫെൻസ്, അതായത് സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. നോട്ട് ചെയ്തോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സെക്ഷൻ 34 സ്വയരക്ഷയ്ക്കൊക്കെ വേണ്ടിയുള്ള ഇതാണ് സെക്ഷൻ 34 പറയുന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ IPC ചോദിച്ചിട്ടുള്ളതാണ്. IPC സെക്ഷൻ വേറെയായിരുന്നു. അപ്പോൾ BNS സെക്ഷൻ 34 എന്താണ്? സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ, സ്വയരക്ഷയ്ക്കായിട്ടാണ്. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് എന്താണ്? പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രതിയായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ വെട്ടാൻ ഓടി വരുവാണ്, വീട്ടിൽ കയ്യിലൊക്കെ വെട്ടാൻ വരുവാണെങ്കിൽ അപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും എടുത്ത് തലക്കടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 34. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കുള്ളത്, അത് നമുക്കുണ്ട്. അപ്പോൾ സെക്ഷൻ 34 എന്താണ്? സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ, സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. സെക്ഷൻ 34 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 34 സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അടുത്ത് നോക്കുക സെക്ഷൻ 44. സെക്ഷൻ 44 ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സെക്ഷൻ 44 എന്താണ്? നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിന് എതിരെയുള്ള സുരക്ഷാവകാശത്തെ പറ്റി പറയുന്നു. അതായത് ഒരു കൂട്ടം ജനങ്ങൾ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വരികയും അവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുമെന്ന് ഉറപ്പുവരികയും ചെയ്യുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കുറ്റമല്ല എന്ന് തെളിയിക്കണം. കേട്ടോ, കുറ്റമല്ല കേട്ടോ, അത് പക്ഷേ എന്ന് തെളിയിക്കണം. അതായത് ഇപ്പം നമ്മൾ ഒരു നിരപരാധിയാണ്, അപ്പം നമ്മൾ പോലും അറിയാത്തൊരു കുറ്റം നമ്മൾ പോലും അറിയാത്തൊരു കുറ്റം നമ്മുടെ മേളിൽ ചാർത്തിയിട്ട് കുറേ ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കാൻ വരുവാണ്. അപ്പം നമ്മൾ എന്താണ്, നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റമല്ല എന്നാണ് സെക്ഷൻ 44 പറയുന്നത്. അതായത് സെക്ഷൻ 44 പറയുന്നത്. പക്ഷേ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കോടതിയിൽ തെളിയിച്ചിരിക്കണം. അപ്പം
ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 44 എന്താണ്? നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിനെതിരെയുള്ള സുരക്ഷാ അവകാശത്തെ പറ്റി പറയുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞുപോലെ സെക്ഷൻ 34 വരുന്നത് സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സുരക്ഷയ്ക്കായി ചെയ്യുന്നതാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. സുരക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യമാണ് സെക്ഷൻ 34 വരുന്നത്. സെക്ഷൻ 44 വരുന്നത് നിരപരാധിയായ ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളപ്പോൾ മാരകമായ കയ്യേറ്റത്തിന് എതിരെയുള്ള സുരക്ഷാവകാശത്തെ പറ്റി പറയുന്നു. അതായത് ഒരു കൂട്ടം ജനങ്ങൾ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വരികയും അവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുമെന്ന് ഉറപ്പുവരികയും ചെയ്യുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കുറ്റമല്ല എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇത് തെളിയിച്ചിരിക്കണം കേട്ടോ. സെക്ഷൻ 44 സെക്ഷൻ 34 സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കോടതിക്ക് മുമ്പായി നമ്മൾ തെളിയിച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ജനറൽ എക്സെപ്ഷൻസ്, അതായത് പൊതുവായ ഒഴിവാക്കലുകൾ. ഭാരതീയ ന്യായ സംഹിതയിലെ പൊതുവായ ഒഴിവാക്കലുകൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ മൊത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 1ാമത്തെ ക്ലാസ് 2ാമത്തെ ക്ലാസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടേക്കാം. പ്ലേലിസ്റ്റിൽ ലിങ്ക് പിൻ ചെയ്തേക്കാം. ബാക്കി 1-2 ക്ലാസ്സുകൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ അടുത്ത ടോപ്പിക്കായ എന്താണ് ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ എന്നൊക്കെ ഉണ്ട്, ആ ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് കടക്കാൻ സാധിക്കും. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും, ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.